പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനി എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അനി സന്തോഷത്തോടു കൂടി മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എൻ്റെ ഇത്രയും കാലത്ത് വലിയൊരു ആഗ്രഹം സാധിക്കാൻ പോവുകയാണ്. എൻ്റെ കലയും എൻ്റെ കവിതയും ലോകം അറിയാൻ പോവുകയാണ്. വിവാഹത്തോടു കൂടി എൻ്റെ ജീവിതം തകർന്നു എന്നാണ് കരുതിയത്. പക്ഷേ എന്നെ തേടി വലിയൊരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണ്. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഫിലിമിൽ പാട്ട് എഴുതാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. കുറച്ചു നേരത്തെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഫോൺ കോൾ വന്നത്. അനിയുടെ വാക്കുകൾ കേട്ട് എല്ലാവർക്കും വലിയ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അനി, നിന്റെ സ്വപ്നങ്ങളെല്ലാം സാധിക്കും. ഒരുപാട് ഫിലിമുകളിൽ പാട്ട് എഴുതാനുള്ള അവസരം നിനക്ക് ലഭിക്കും. ഞാനെ പോലെ തന്നെ നിന്റെ കഴിവുകൾ ലോകം മുഴുവൻ അറിയപ്പെടും. എൻ്റെ പ്രാർത്ഥന എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. അനിയുടെ വാക്കുകൾ കേട്ടിട്ട് ഞാനയ്ക്കാണെങ്കിൽ സന്തോഷം അടക്കാനായില്ല. അങ്ങനെ ഞാൻ സന്തോഷത്തോടു കൂടി അനിയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, അനി, നിന്റെ സ്വപ്നങ്ങളെല്ലാം സാധിക്കാൻ പോവുകയാണ്. ഇങ്ങനൊരു സന്തോഷ വാർത്ത കേട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിന്റെ കഴിവ് ലോകം മുഴുവൻ അറിയപ്പെടട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ഞാന. അനി പറയുന്നത് കേട്ട് അനാമികയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു അസൂയയും ദേഷ്യവും വരികയാണ്. എന്നിട്ട് അനിയെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, വേറെ ആരുമില്ലാഞ്ഞിട്ടായിരിക്കും ഇവനെ സെലക്ട് ചെയ്തത്. ഇവൻ എന്തറിയാം ഒരർത്ഥവും ഇല്ലാത്ത കവിത എഴുതാനല്ലാതെ. ആ ഡയറക്ടർ അബദ്ധത്തിൽ വിളിച്ചതായിരിക്കും ഇവനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക അനിയെ കളിയാക്കുന്നുണ്ട്. എന്നാൽ അനാമികയുടെ കളിയാക്കൽ കേട്ടിട്ട് ദേവ്യാനിക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയാണ് മോളെ നീ പറയുന്നത്? ഒന്നുമില്ലെങ്കിൽ അനി നിന്റെ ഭർത്താവല്ലേ? അവന്റെ ജീവിതത്തിൽ വലിയൊരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. അവൻ ഒരുപാട് ആഗ്രഹിച്ച സ്വപ്നമാണ് സാധിക്കാൻ പോകുന്നത്. ആ അവസരത്തിൽ ഭാര്യയായ നീ അവന്റെ സന്തോഷത്തിൽ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. അവനൊരു ഗുണമുണ്ടായാൽ അതിന്റെ ഗുണം നിനക്കും കിട്ടും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ദേവ്യാനി. അങ്ങനെ ഞാൻ ആദർശനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ, ഇത്രയും പെട്ടെന്നൊരു കേക്ക് വാങ്ങണം. ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയൊരു സന്തോഷ വാർത്തയാണ് കേട്ടത്. അതെന്തായാലും നമുക്ക് ആഘോഷിക്കണം എന്നൊക്കെ പറയുകയാണ് നയന. അങ്ങനെ ദേവ്യാനി അനാമികയോട് പറയുന്നുണ്ട്, മോളെ, ഇത് നമുക്ക് വലിയൊരു ആഘോഷമാക്കണം. അവർ വലിയൊരു ഭാഗ്യമാണ് വന്നിരിക്കുന്നത്. ഇത്തരത്തിലൊരു അവസരം ആർക്കും നമ്മുടെ കുടുംബത്തിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് വേണുവിനോട് രേവതിയോട് ഇങ്ങോട്ട് വരാൻ പറയണം എന്നൊക്കെ പറയുകയാണ് ദേവ്യാനി. അങ്ങനെ നയന നേരെ പായസം ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോവുകയാണ്. അങ്ങനെ അനിയുടെ സന്തോഷ വാർത്ത കേട്ട് രേവതിയും വേണു അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അനിയുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നയന പായസം ഉണ്ടാക്കി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ നയന അവർക്ക് പായസം കൊടുക്കുന്ന സമയത്ത് അവർ അത് കുടിക്കാൻ തയ്യാറാകുന്നില്ല. ഞങ്ങൾക്കൊന്നും വേണ്ട നിന്റെ പായസം, നീ തന്നെ അങ്ങ് കുടിച്ചാൽ മതി. നീ ചിലപ്പോൾ ഈ പായസത്തിൽ വിഷം കലക്കും. നീ ഉണ്ടാക്കിയ പായസം ഞങ്ങൾക്ക് ധൈര്യത്തോടു കൂടി കുടിക്കാൻ കഴിയില്ല. ഒരിക്കൽ നീ ഉണ്ടാക്കിയ പായസം കുടിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല എന്നൊക്കെ പറയുകയാണ് രേവതി. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നയനിയുടെ അമ്മയും അച്ഛനും നന്ദുവും അങ്ങോട്ട് വരുന്നത്. എന്നാൽ അവർ വരുന്നത് കണ്ടിട്ട് അനാമികയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല. അങ്ങനെ അനാമിക രേവതിയോട് പറയുന്നുണ്ട്, ഇവരെയൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ ഉടനെ അങ്ങ് എത്തിക്കോളൂ, നാണമില്ലാത്തവർ എന്നൊക്കെ അനാമിക പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ട്. അത് കേട്ട് നയന പറയുന്നുണ്ട്, അനാമിക വെറുതെ അനാവശ്യം പറയരുത്. എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും ഇങ്ങോട്ട് വന്നത് ഇവിടെ നിന്ന് ക്ഷണിച്ചിട്ടാണ്, അല്ലാതെ അവർ വലിഞ്ഞു കയറി വന്നതല്ല എന്നൊക്കെ പറയുകയാണ് നയന. എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് അനി അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് എന്താ ഏട്ടത്തി, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് നയന പറയുകയാണ്, അനി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എൻ്റെ വീട്ടുകാരെ ക്ഷണിക്കേണ്ട എന്ന്. എൻ്റെ വീട്ടുകാർ വന്നാൽ എന്തായാലും ഇവർ പ്രശ്നമുണ്ടാക്കും. അത് കേട്ട് അനി പറയുന്നുണ്ട്, ഇവരെ വിളിച്ചത് ഞാനാണ്. ഇവരെ ആരെന്ത് പറഞ്ഞാലും അത് എന്നോട് പറഞ്ഞാൽ മതി. അത് കേട്ട് അനാമിക പറയുന്നുണ്ട്, അല്ല അനി, എന്തിനാണ് ഇവരെ ക്ഷണിച്ചത്? നിനക്ക് ഇങ്ങനെ സന്തോഷം കിട്ടിയതിൽ ഇവർ വരേണ്ട ആവശ്യം എന്താണ്? ഇവരെന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ അനാമിക ചോദിക്കുന്ന സമയത്ത് ഞാനാണ് നന്ദുവിനെ ക്ഷണിച്ചത്. നന്ദു ഇങ്ങോട്ട് വരുന്നതിൽ നിനക്ക് പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഈ വിജയത്തിന് കാരണം നന്ദുവാണ്. എൻ്റെ കലയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് നന്ദുവാണ്. ഞാൻ വലിയ നിലയിലെത്തുമെന്ന് നന്ദു എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ വിജയത്തിന് നന്ദുവിനൊരു പങ്കുണ്ട്. അല്ലാതെ എൻ്റെ കവിത കാണുമ്പോൾ നിന്നെ പോലെ ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയുന്നവളല്ല നന്ദു. എൻ്റെ വിജയത്തിന് കാരണം നന്ദുവാണ്. നീ ഒരിക്കലെങ്കിലും എൻ്റെ കവിതയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് നീ അറിഞ്ഞപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ തരം താഴ്ത്തി. എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് നന്ദുവിനോട് പറഞ്ഞപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ അനി നന്ദുവിനെ പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ അനാമികയ്ക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ്. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, ഇവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തരുതെന്ന് ഞാൻ പല തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് അനി ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, ഇതെന്റെ വീടാണ്. ഇവിടെ ആര് വരണം വരണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. മാത്രമല്ല നന്ദു ഇങ്ങോട്ട് വരുന്നതിൽ മുത്തശ്ശനും മുത്തശ്ശിക്ക് വളരെ സന്തോഷമാണ്.
അവരുടെ താല്പര്യം അനുസരിച്ചാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്, അല്ലാതെ നിന്റെ ഇഷ്ടം നോക്കേണ്ടതില്ല എന്നൊക്കെ പറയുകയാണ് അനി. പിന്നീട് അനി നന്ദുവിനെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എല്ലാവരെയും വിളിച്ച് കൂട്ടിയിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അനി കേക്ക് മുറിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ അനാമികയാണെങ്കിൽ കേക്ക് മുറിക്കുന്ന സമയത്ത് അനിയുടെ അടുത്തേക്ക് പോകാതെ വിട്ടു നിൽക്കുകയാണ്. അങ്ങനെ ദേഷ്യത്തോട് കൂടി നിൽക്കുന്ന അനാമികയോട് ജാനകി പറയുന്നുണ്ട്, മോളെ അനി കേക്ക് മുറിക്കാൻ വേണ്ടി പോവുകയാണ്, ഈ സമയത്ത് നീയാണ് അവൻ്റെ അടുത്ത് നിൽക്കേണ്ടത്. അങ്ങനെ അനി കേക്ക് മുറിക്കുകയാണ്. അങ്ങനെ അനി ഒരു കൺഫ്യൂഷനും ഇല്ലാതെ കേക്ക് ആദ്യം തന്നെ കൊടുക്കുന്നത് നന്ദുവിനാണ്. അങ്ങനെ ആ കേക്കിൻ്റെ കഷ്ണം അനി നന്ദുവിൻ്റെ വായിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അനാമികയാണെങ്കിൽ ഇത് കണ്ടിട്ട് ദേഷ്യം അടക്കാനാകാതെ നിൽക്കുകയാണ്. അങ്ങനെ അനി നന്ദുവിന് കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നത് കണ്ടിട്ട് ജാനകിക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. അങ്ങനെ ജാനകി ദേഷ്യത്തോടു കൂടി അനിയോട് പറയുന്നുണ്ട്, അനി നീ എന്ത് പണിയാണ് ചെയ്തത്? നീ കേക്ക് മുറിക്കുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത് നിന്റെ ഭാര്യയ്ക്കാണ്. ഈ നന്ദുവിനാണ് നീ കേക്ക് കൊടുത്തത്. ആദ്യം തന്നെ ഇവൾക്ക് കേക്ക് കൊടുക്കാൻ നിന്റെ ആരാണ് ഇവൾ എന്നൊക്കെ ചോദിക്കുകയാണ് ജാനകി. എന്റെ വിജയത്തിന് കാരണം നന്ദുവാണ്. നന്ദുവിന്റെ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത്. പക്ഷെ എന്റെ ഭാര്യ എന്ന് പറയുന്ന അനാമിക എന്റെ കലയെ പരിഹാസത്തോടു കൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞിട്ടും എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ തരം താഴ്ത്തി. അമ്മയും കേട്ടതല്ലേ, എന്നെ പരിഹസിച്ചു കൊണ്ട് ഇവൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്. ആ സമയത്ത് എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയതാണ്. പക്ഷെ ഇവളോട് ഞാനൊന്നും പറഞ്ഞില്ല, കാരണം ഇവളെ നന്നാക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നുമില്ല. മാത്രമല്ല ഞാൻ കേക്ക് മുറിക്കുന്ന സമയത്ത് ഇവൾ വിട്ടു നിൽക്കുകയായിരുന്നല്ലോ. അമ്മ നിർബന്ധിച്ചപ്പോൾ മാത്രമാണ് അവൾ കേക്ക് മുറിക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നത്. പക്ഷെ നന്ദു അങ്ങനെയല്ല. എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ പങ്കുള്ളത് നന്ദുവിനാണ്. എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ വിജയത്തിന് കാരണമായത് എൻ്റെ ഫ്രണ്ടായ നന്ദുവാണ്. ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ആദ്യം കേക്ക് നന്ദുവിന് കൊടുത്തത്. അനാമിക എൻ്റെ ഭാര്യയാണെന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. ഇവിടെ ഞാൻ ഇതുവരെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല. ആ സ്ഥാനത്ത് അവൾ ഇതുവരെ നിന്നിട്ടുമില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാണ് ഇവളെ ഭാര്യയായി കാണുന്നത്? അത് ഈ ജന്മത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ് അനി. എന്നാൽ ഇതെല്ലാം കേട്ട് ആകെ നാണം കേട്ട് ദേഷ്യത്തോട് കൂടി നിൽക്കുകയാണ് അനാമിക. അങ്ങനെ അനാമിക ദേഷ്യത്തോടു കൂടി രേവതിയെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അനാമിക രേവതിയോട് പറയുന്നുണ്ട്, ഇവൻ വലിയ നിലയിലെത്തിയാൽ എന്നെ മൈൻഡ് പോലും ചെയ്യില്ല, പിന്നെ അവളെയായിരിക്കും കൊണ്ടു നടക്കുക, എന്നെ മൈൻഡ് പോലും ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ് അനാമിക. ഇതങ്ങനെ വെറുതെ വിട്ടുകൂടെ മോളെ, അവനിങ്ങനെ വെറുതെ വിട്ടാൽ അവൻ വഷളാവുകയുള്ളൂ. ഇത് നിനക്ക് കിട്ടിയ അവസരമാണ്, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവനെ എങ്ങനെ വിട്ടാൽ ശരിയാകില്ല. അവളെയും വെറുതെ വിടാൻ പാടില്ല. അവനും അവളും ഒരിക്കലും കാണരുത്. അതിനുള്ള അവസരം നീ ഉണ്ടാക്കരുത് എന്നൊക്കെ രേവതി അനാമികയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട് അനാമിക പറയുന്നുണ്ട്, അല്ല അമ്മേ, അവർ കണ്ടുമുട്ടാതിരിക്കാൻ പല വഴികളും നമ്മൾ നോക്കി, പലതും നമ്മൾ ചെയ്തു, പക്ഷേ അതെല്ലാം ഫെയിലാവുകയാണ് ചെയ്തത്. പലതും നമ്മൾ ചെയ്തു, പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടായോ? അവർ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവർ മരണം വരെ ഇങ്ങനെ ഫ്രണ്ട്സായി നിൽക്കും. മരണത്തോടു കൂടി മാത്രമേ അവരെ പിരിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അനാമിക. അത് കേട്ട് രേവതി പറയുന്നുണ്ട്, ആ നന്ദുവിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, എന്നാൽ മാത്രമേ മോൾക്ക് ഇവിടെ സമാധാനത്തോടു കൂടി നിൽക്കാൻ പറ്റുകയുള്ളൂ. നന്ദു മരിച്ചാൽ അനിയുടെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ അവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, എന്നിട്ട് വിധവിയായി ജീവിക്കാൻ നോക്ക്. അങ്ങനെ അവൻ്റെ സ്വത്തുക്കളെല്ലാം നിന്റെ കയ്യിൽ വരും. ആ നന്ദു ഇല്ലാതാകുന്നതോടെ നമ്മളാണിത് ചെയ്തതെന്ന് ആർക്കും കണ്ടെത്താനാകില്ല. അതാണ് ഏറ്റവും നല്ലത്. ആ നന്ദുവിനെ അനിയെ ഇല്ലാതാക്കാൻ നിന്റെ അച്ഛൻ നിന്നെ സഹായിച്ചോളും. അങ്ങനെ അനിയുടെ സ്വത്തുക്കളെല്ലാം നിന്റെ കയ്യിൽ വരും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് രേവതി.